ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ശരിക്കും പറഞ്ഞാൽ കാക്കാമാരെ പോസ്റ്റ്മോർട്ടം ചെയ്തുള്ള അറിവുള്ള ഒരേ ഒരു രാജ്യം ഒരുപക്ഷെ ഇസ്രായേൽ ആയിരിക്കും. അവരെ ഊണിലും ഉറക്കത്തിലും അവരുടെ നോട്ടത്തിൽ പോലും എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ ജൂതരാഷ്ട്രത്തിൻ്റെ നേതാവാണ് നെതന്യാഹു. കാരണം UN അടക്കം എല്ലാവരും, ബ്രിട്ടൻ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ഒക്കെ ഒറ്റപ്പെടുത്തുകയും ഇടയ്ക്കും തലയ്ക്കുമൊക്കെ അമേരിക്ക അടക്കം പ്രതിസ്ഥാനത്ത് ഇസ്രായേലിനെ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല സംഗതി, കാലം നിങ്ങൾക്ക് തെളിയിച്ചു തരും എന്താണ് ഗാസയിൽ നടക്കുന്നതെന്ന് എന്ന് പറയുകയാണ് നെതന്യാഹു ചെയ്തത്. തന്നെയുമല്ല, എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കി മർമ്മത്തിൽ ചികിത്സ കൊടുക്കാൻ നെതന്യാഹുവിന് മാത്രമേ സാധിക്കൂ. അവസാനത്തെ ഹമാസ് ഭീകരനെയും തുരത്തിയിട്ടല്ലാതെ ഇസ്രായേലിയർക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കില്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് ഈ യുദ്ധം അവസാനിപ്പിക്കാനോ വെടിനിർത്തൽ പ്രഖ്യാപിക്കാനോ ഞങ്ങളെ ഒരിക്കലും നിങ്ങളാരും നിർബന്ധിക്കണ്ട എന്ന് പറഞ്ഞതിന് പിന്നിൽ എന്താണ് ലക്ഷ്യം വെച്ചത് എന്ന് കൃത്യമായി നെതന്യാഹു തെളിയിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിലായി ഒരു ആശുപത്രി കേന്ദ്രീകരിച്ച് പർദ്ദയും മക്കനയും ഇട്ട അവിടെയായിട്ട് ചോര അടയാളങ്ങളും കൈ പ്ലാസ്റ്റർ ഇട്ട ഒക്കെ രൂപത്തിൽ ഹമാസ് ഭീകരർ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഏതാണ്ട് ഒരു 300ഓളം അടുത്തു വരുന്ന ആളുകളെ പൊക്കിയെടുത്തു. കാരണം അവരേത് രൂപത്തിലായിരിക്കും, ഏതു വേഷത്തിലായിരിക്കും, ഏത് ജനക്കൂട്ടത്തിന്റെ ഇടയിലായിരിക്കും ഇവർ നുഴഞ്ഞു കയറിയിരിക്കുന്നത് എന്നും അവരുടെ ഉള്ളിലുള്ള ഭീരുത്വവും വളരെ കൃത്യമായി അറിയുന്ന ഒരു നേതാവാണ് നെതന്യാഹു. അതുകൊണ്ടാണ് ആശുപത്രികൾ, നഴ്സറികൾ, അഗതി മന്ദിരങ്ങൾ, അതുപോലെ ഇവരെ അധിവസിപ്പിച്ചിരിക്കുന്ന ടെന്റുകൾ, ഇതൊക്കെ കേന്ദ്രീകരിച്ച് പർദ്ദയും മക്കനകളും ഇട്ട സ്ത്രീവേഷത്തിലായിരിക്കും ഇവർ എന്ന് കൃത്യമായി മനസ്സിലാക്കി രഹസ്യ ഓപ്പറേഷനുകൾ സ്റ്റാർട്ട് ചെയ്യാൻ നെതന്യാഹു പോയിട്ടേ ഉള്ളൂ. ഇനി ഒരു നേതാവ് പലസ്തീന്റെ സായുധ ഗ്രൂപ്പായ ഇസ്ലാമിക് ജിഹാദിന്റെ കമാൻഡറെ ഇപ്പോഴിതാ തലയെടുത്തതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. വടക്കൻ ഗാസയിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് ജിഹാദ് മിസൈൽ യൂണിറ്റിന്റെ കമാൻഡറായ അനസ് മുഹമ്മദ് സാദി മസ്രിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത്. ഇപ്പോൾ ഈ ഇസ്ലാമിക് ജിഹാദിന്റെ തലപ്പത്തിരിക്കുന്ന നേതാവാണ് ഈ അനസ് മുഹമ്മദ് സാദി. എപ്പോഴും ഇസ്രായേൽ ലക്ഷ്യം വെച്ചതെല്ലാം ചെറുകിട അനുയായികളെ ആയിരുന്നില്ല, മുൻനിര നേതാക്കളെയായിരുന്നു. ആ മുൻനിര നേതാക്കളുടെ ഉടൽ ഇവിടെ വെച്ചിട്ട് തല പലസ്തീനിലേക്ക് അയക്കുന്ന രീതിയാണ് ഇസ്രായേൽ തെരഞ്ഞെടുത്തത്. അപ്പോഴാണ് അണികൾ ചിന്നിച്ചിതറി ഓടുന്നത്. ഇനിയെങ്കിലും ചോരക്കളി ഒന്ന് അവസാനിപ്പിക്കാനുള്ള ചില മുന്നറിയിപ്പുകൾ ഇസ്രായേൽ ഇവർക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു. ഇസ്ലാമിക് ജിഹാദിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ഡ്രോൺ ആക്രമണത്തിലൂടെ വധിച്ചതായി ഈ മാസം ആദ്യമാണ് ഇസ്രായേൽ സൈന്യം പ്രസ്താവന ഇറക്കിയത്. എന്നാൽ ആ നേതാവ് ആരാണ് എന്ന വിവരം അന്നൊന്നും പുറത്തുവിട്ടിരുന്നില്ല. അപ്പോൾ ഇവരെ ചിന്നിച്ചിതറി ഓടും. എവിടെയാണ് ഇവരുടെ നേതാക്കന്മാരുള്ളത് എന്നിവർ ഓടി ഒളിച്ച് അന്വേഷിക്കും. ആ സമയത്താണ് ഇന്ന ഇടങ്ങളിൽ ഇവരുടെ നേതാക്കന്മാരുണ്ട് എന്ന് ഇസ്രായേലിന് മണത്തറിയാൻ സാധിക്കുന്നതും അവരെ വീഴ്ത്താൻ സാധിക്കുന്നതും. ഇസ്രായേലിനും IDF സൈനികർക്കുമെതിരായ നിരവധി ആക്രമണങ്ങൾക്ക് ഉത്തരവാദിയാണ് അനസ് മുഹമ്മദ് സാദി മസ്രി എന്നാണ് സൈന്യം കണക്കാക്കുന്നത്. ഇസ്രായേൽ പൗരന്മാരെ ലക്ഷ്യം വെച്ചിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്തു എന്നതാണ് അനസ് മുഹമ്മദിനെതിരെയുള്ള കുറ്റമായി ഇസ്രായേൽ പ്രസ്താവനയിൽ പറയുന്നത്. 2023 ഒക്ടോബർ 7 അതിനുശേഷവും വടക്കൻ ഗാസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് നടത്തിയ റോക്കറ്റ് ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയത് അനസ് മുഹമ്മദ് ആണ് എന്നാണ് സൈന്യം കണ്ടെത്തിയത്. 2023 ഒക്ടോബർ 7 ആരംഭിച്ച ഗാസയ്ക്കെതിരായ ഇസ്രായേലിന്റെ യുദ്ധത്തിൽ കുറഞ്ഞത് 45,541 പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. 1,08,338 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഭക്ഷ്യവിതരണത്തിൽ ഇസ്രായേലിന്റെ സമ്പൂർണമായ ഉപരോധമുള്ളതുകൊണ്ട്
വടക്കൻ ഗാസ ക്ഷാമത്തിലേക്ക് നീങ്ങുകയാണ്. US കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭക്ഷ്യപ്രതിസന്ധി നിരീക്ഷകരായ FEWS നെറ്റ് അറിയിക്കുകയാണിത്. അടുത്ത മാസത്തോടെ പട്ടിണി മരണങ്ങൾ വർദ്ധിക്കും എന്നാണ് ഇവരുടെ മുന്നറിയിപ്പ്. ആദ്യം ഹമാസ് വന്ന് ചൊറിഞ്ഞു വാങ്ങിച്ചു, പിന്നീട് ഹിസ്ബുള്ള വന്ന് ചൊറിഞ്ഞു വാങ്ങിച്ചു. 3000 പേജറുകൾ പൊട്ടിത്തെറിച്ചതോടുകൂടി ലെബനൻ ഒരു പാഠം പഠിച്ചു മൂലയ്ക്കായി. കാരണം വെറുതെ ഇസ്രായേലിനെ പോയി ചൊറിഞ്ഞ് ഒരുപാട് നേതാക്കളുടെ മയ്യത്ത് നമസ്കാരം ഒരുക്കേണ്ടി വന്നു ലെബനന്. അതോടെ ഹിസ്ബുള്ള ഒന്ന് ഒതുങ്ങി. ഹമാസിന്റെ നേതാക്കൾക്ക് പിന്നെ ഇനി മയ്യത്ത് നമസ്കരിക്കാൻ അനുയായികൾ പോലുമില്ല. അടുത്തത് ഹൂതികളായി. ഇപ്പോൾ ഇസ്ലാമിക് ജിഹാദി ഗ്രൂപ്പുമായി ഇവരൊക്കെ ഒരുമിച്ച് ചേർന്ന് നിന്ന് ജൂത വൈരാഗ്യം തീർത്തുകൊണ്ടിരിക്കുകയാണ്. യമനിലെ ഹൂതി വിമതർക്ക് മുന്നറിയിപ്പുമായി വീണ്ടും ഇസ്രായേൽ രംഗപ്രവേശം ചെയ്തു. റോക്കറ്റ് ആക്രമണങ്ങൾ തുടർന്നാൽ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും അതേ ദുർഗതി ഉണ്ടാകുമെന്നാണ് ഇസ്രായേൽ പുതിയതായി പറയുന്നത്. നേതാക്കന്മാരില്ലാത്ത അവസ്ഥ ഞങ്ങൾ എത്തിക്കും. നിങ്ങൾക്ക് മുന്നോട്ട് പ്രവർത്തിക്കണമെങ്കിൽ ഒരു നേതൃത്വമില്ലാത്ത അവസ്ഥയിലേക്ക് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഐക്യരാഷ്ട്രസഭയിലെ ഇസ്രായേൽ അംബാസിഡറായ ഡാനി ഡാനനാണ് ഇറാൻ പിന്തുണയുള്ള ഹൂതികൾക്കെതിരെ ഇസ്രായേൽ സൈന്യം തിരിച്ചടിക്കുമെന്ന് അറിയിച്ചത്. ഡാനന്റെ മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെ യമനിൽ നിന്നും തൊടുത്ത ഒരു മിസൈൽ നിഷ്പ്രഭമാക്കിയതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ലവീവിലെ ബെൻഗുറിയോൺ വിമാനത്താവളം, ദക്ഷിണ ജെറുസലേമിലെ വൈദ്യുതി നിലയവും ലക്ഷ്യമാക്കിയിട്ടായിരുന്നു ഹൂതി ആക്രമണമെന്ന് സൈനിക വക്താവ് യഹിയ സാരി പറഞ്ഞു. ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലാണ് ആക്രമണങ്ങൾക്ക് ഉപയോഗിച്ചത്. ഹൂതികളെ കഴിഞ്ഞ 1 വർഷമായി മിഡിൽ ഈസ്റ്റിൽ സംഭവിച്ചത് എന്താണ് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല. ശരി, ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും അസദിനും എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കാൻ എന്നെ നിങ്ങൾ അനുവദിക്കൂ. ഇത് നിങ്ങൾക്കുള്ള അവസാനത്തെ മുന്നറിയിപ്പാണ്. ഇതൊരു ഭീഷണിയല്ല, വാഗ്ദാനമാണ്. അവരുടെ അതേ ദയനീയമായ വിധി നിങ്ങളും പങ്കിടും, ഡാനൻ ഉറക്കെ പറഞ്ഞു. ഇസ്രായേൽ തങ്ങളുടെ ജനങ്ങളെ പ്രതിരോധിക്കുമെന്നും ഡാനൻ കൂട്ടിച്ചേർത്തു. വടക്കൻ ഗാസയിലെ കമാൽ അദ്വാൻ ആശുപത്രിയിലാണ് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയത്. 19 ഹമാസ് തീവ്രവാദികളെയാണ് അന്ന് വധിച്ചതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. സാധാരണക്കാർ കൊല്ലപ്പെട്ടിട്ടില്ല, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കി. അതെല്ലാം ഹമാസ് അനുകൂല ഹെൽത്ത് അതോറിറ്റി നേരത്തെ തന്നെ ആശുപത്രി ജീവനക്കാരടക്കം 50 പേർ കൊല്ലപ്പെട്ടു എന്ന് അവകാശപ്പെട്ടു. ആശുപത്രിയിൽ ശനിയാഴ്ച രാത്രിയോടെ റെയ്ഡ് അവസാനിപ്പിച്ചെന്നും ഡയറക്ടർ അടക്കം തീവ്രവാദികളെന്ന് സംശയിക്കുന്ന 240 പേരെ കസ്റ്റഡിയിലെടുത്തെന്നും 600 പേരെ ഒഴിപ്പിച്ചെന്നും വടക്കൻ ഗാസയിലെ ജബലിയ മേഖലയിലെ സൈനിക നടപടികൾ അവസാനിപ്പിച്ചെന്നും IDF വ്യക്തമാക്കി. ഇതെല്ലാം ഇസ്രായേൽ നിലനിൽപ്പിന് വേണ്ടി മാത്രമല്ല ചെയ്യുന്നത്, ലോകത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി. സമാധാനത്തോടുകൂടി ലോകത്തുള്ള മുഴുവൻ മനുഷ്യനും ജീവിക്കാൻ സാധിക്കണമെങ്കിൽ ഈ തീവ്രവാദ സൈനിക സായുധ സംവിധാനത്തെ തകർത്തേ മതിയാകൂ. അതിന്റെ ആ ഒരു കടമയാണ് ഇസ്രായേൽ ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് ജബലിയയിലെ ഹമാസിന്റെ അവസാനത്തെ പോരാട്ടമായിരുന്നു ആശുപത്രിയിൽ നടന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. 100 കണക്കിന് ഭീകരർ ആശുപത്രിയെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കേന്ദ്രമായിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നതെന്നും IDF പറഞ്ഞു. 940 പലസ്തീനുകൾ സൈനിക ചെക്ക് പോയിന്റുകളിലൂടെ പുറത്തേക്ക് പോയിട്ടുണ്ട്. 240 പേർ ഭീകരരുമായി ബന്ധമുണ്ട് എന്ന് കണ്ടെത്തി അറസ്റ്റിലായി. 600 സാധാരണക്കാരായ ജനങ്ങളെ, രോഗികളും ആശുപത്രി ജീവനക്കാരും ഒക്കെയായ 95 പേരെയും സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് മാറ്റിയെന്നും അവർ സുരക്ഷിതരാണെന്നും ഇസ്രായേൽ പറഞ്ഞു. അതായത് ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിനെ ആക്രമിച്ചവരുടെ കൂട്ടത്തിലുള്ളവരാണ് 240-ൽ 15 പേരും എന്ന് ഇസ്രായേൽ കണ്ടെത്തി. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അന്നത്തെ ആക്രമണമാണ് ഇന്നത്തെ ഈ വലിയ 1 വർഷം കഴിഞ്ഞിട്ടും അവസാനിക്കാത്ത രൂപത്തിലുള്ള യുദ്ധത്തിലേക്ക് നയിച്ചത്. ബാക്കിയുള്ളവരിൽ അധികവും ഹമാസിന്റെ കമാൻഡർമാരാണെന്നും പറയപ്പെടുന്നു. നന്ദി.